പീരീഡ് ഇതാ എന്ന് പറയുന്നത് പോലെ അങ്ങ് കടന്നുപോയി. ശ്രീ നേരെ ഫസ്റ്റ് DC ക്ലാസ് റൂമിലേക്ക് പോകാൻ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴാണ് പെട്ടെന്ന് കാല് സ്ലിപ്പായത്. അവൾ നിലത്ത് പതിക്കുന്നതിനു മുൻപ് തന്നെ ആരുടെയോ നെഞ്ചിൽ പതിച്ചിരുന്നു. അവൾ കണ്ണുകൾ വലിച്ചു തുറന്നപ്പോൾ കാണുന്നത് ദൃഢമായ നെഞ്ചിൽ നിറഞ്ഞു നിൽക്കുന്ന കറുത്ത രോമങ്ങളും അതിനിടയിൽ കൂടെ നല്ല ഇടുപ്പോടെ കിടക്കുന്ന ഒരു സിൽവർ കുരിശുമാലയുമാണ്. എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവാൻ അവൾക്കൊരു നിമിഷം വേണ്ടി വന്നു. അവൾ പെട്ടെന്ന് എങ്ങനെയൊക്കെയോ അവിടെ നിന്നും എഴുന്നേക്കാൻ ശ്രമിച്ചു. അവൾ എഴുന്നേറ്റ് മാറിയപ്പോൾ തന്നെ അയാളും എഴുന്നേറ്റ് നിന്നു. എവിടെ നോക്കിയ കൊച്ച ഈ ഓടിപ്പോകുന്നത്? നിലത്ത് നോക്കി നടന്നില്ലെങ്കിലേ വായിലെ പല്ലിൻ്റെ എണ്ണം അങ്ങ് കുറയും. സോറി, ശരിക്കും ഞാൻ കണ്ടില്ലായിരുന്നു, സോറി. ശരി, ഇപ്പോൾ തന്നെ സോറി, ഞാൻ വരവ് വെച്ചിരിക്കുന്നു. ഇനി നിലത്ത് നോക്കി നടന്നോളണം, അല്ലെങ്കിൽ ഡാമേജ് പറ്റാതെ രക്ഷിച്ചു പിടിക്കാൻ എപ്പോഴും ഞാനുണ്ടായെന്ന് വരില്ല. എന്തോ അവൻ്റെ ആ വർത്തമാനവും നോട്ടവും അവൾക്ക് ഒട്ടും അങ്ങ് ദഹിച്ചില്ല. അവളുടെ മനസ്സിലേക്ക് ആ നിമിഷം ഓടിയെത്തിയത് തൻ്റെ ശരീരത്തെ കുത്തിവലിക്കുന്ന നോട്ടങ്ങൾ നോക്കുകയും ആറപ്പുണ്ടാക്കുന്ന വാക്കുകൾ പറയുകയും ചെയ്യുന്ന ഗിരിയുടെ മുഖമാണ്. അന്ന രാത്രിയിലെ ആ സംഭവങ്ങളും. അവളുടെ ശരീരം ഒന്ന് വിറച്ചു. മുഖം മുഴുവൻ വിയർപ്പ് തുള്ളികൾ സ്ഥാനം പിടിക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല. എന്നാൽ എന്തോ പറയാൻ തുടങ്ങുമ്പോഴേക്കും അവളുടെ ശരീരത്തിൻ്റെ ഭാരം കുറഞ്ഞ് കാറ്റിൽ ലയിച്ചു തുടങ്ങിയിരുന്നു. എൻ്റെ പല്ലവി, നീ ഒന്ന് അടങ്ങിയിരിക്കുന്നുണ്ടോ? പുതിയ മിസ്സിൻ്റെ സ്വഭാവം മോൾക്ക് ഇന്നലെ തന്നെ മനസ്സിലായതാണല്ലോ. വെറുതെ എന്തിനാടി ഇമ്പോസിഷൻ വാങ്ങിച്ചു കൂട്ടുന്നത്? പിന്നെ അവരുടെ ഒരു ഇമ്പോസിഷൻ, അവരാരാണെന്ന വിചാരം? കാണാൻ ഇച്ചിരി ലുക്കുണ്ട്, അതിൻ്റെ കൂടെ പനങ്കുല പോലെ കുറേ മുടിയും, അല്ലാതെ വേറൊന്നുമില്ലല്ലോ. ഇത് അസൂയയാണ് മോളെ. നിന്നേക്കാളും സുന്ദരിയായ ഒരു പെണ്ണ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നതിൻ്റെ അസൂയ. അങ്ങനെയാണെങ്കിൽ ഞാൻ അങ്ങ് സഹിച്ചു എൻ്റെ മാലു. പിന്നെ അവർക്ക് എത്രയൊക്കെ സൗന്ദര്യമുണ്ടെന്ന് പറഞ്ഞാലും ശരി, സിനിമയിലല്ലല്ലോ മോളെ മലർ മിസ്സും ജോർജും ഒക്കെ നടക്കൂ. മോളെ പല്ലവി, അത് നിന്റെ വെറും തോന്നലല്ലേ? ഇന്നലെ നമ്മുടെ PG ചേട്ടന്മാരെല്ലാം അവർ പോയപ്പോൾ നോക്കി നിന്ന ഒരു നോട്ടമുണ്ട്. അത് കണ്ടാലേ അറിയാം അവരാണ് പുതിയ മലർ മിസ് എന്ന്. ആ ജോർജ് നിന്റെ ഋഷികേഷ് ചേട്ടൻ ആവാതിരിക്കുന്നാൽ മതി. ദേ മാലു, നിന്റെ കരുനാക്കെടുത്ത് വളച്ചാലുണ്ടല്ലോ, ഞാൻ എങ്ങനെ കണ്ടിരിക്കുമെന്നൊന്നും വിചാരിക്കണ്ട. ഒത്തിരി പ്ലാനുകളും പദ്ധതികളും ഒക്കെ എനിക്ക് ഉണ്ടാക്കി വെച്ചേക്കുവാ ഞാൻ. അതിന് കുളവാക്കാൻ വന്നാലാ. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട, അല്ലെങ്കിൽ മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ട് പോയി എന്ന് പറഞ്ഞ പോലെ ഈ മലർ മിസ് നിന്റെ പുളിങ്കൊമ്പ് അടിച്ചുകൊണ്ട് പൊങ്ങ് പോകും. അങ്ങനെയൊക്കെ വരുമായിരിക്കുമോ? ചാൻസ് ഉണ്ട്, നീ വേണമെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോ. മാലു ഉറപ്പോടെ അത്രയും പറഞ്ഞപ്പോൾ പല്ലവിയുടെ ഹൃദയം അതിവേഗത്തിൽ ഇടിക്കാൻ തുടങ്ങി. ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സത്യമുണ്ടാകുമോ? ഇനി എങ്ങാനും അവൻ വഴിമാറിപ്പോകുമോ? അങ്ങനെ 1000 സംശയങ്ങൾ അവളിൽ വലിഞ്ഞു മുറുകി. എടി മാലു, എടി പല്ലി, ഒന്ന് ഓടി വാടി. നല്ല സൂപ്പർ സീൻ കാണണമെങ്കിൽ ഒന്ന് ഓടി വാ. എന്നാടി പറഞ്ഞ് അതിൻ്റെ ഗുംബവും. ഒന്ന് വേഗം വാ. ഇതൊക്കെ സിനിമയിലല്ലേ മോളെ നേരിട്ട് കാണാൻ പറ്റൂ. ഇതാണ് മോളെ റൊമാൻസ്. റൊമാൻസോ? അതും ചോദിച്ചുകൊണ്ട് മാലു ഓടി വരുമ്പോൾ കാണുന്നത് ഉണ്ണി മുകുന്ദനെ പോലെ ഗ്ലാമറായ ഒരുവനെയാണ്. അയാളുടെ മുഖത്ത് ഗൗരവം തന്നെയാണ് സ്ഥായി ഭാഗം. കറുത്ത ഷർട്ടും കറുത്ത പാൻറ്റുമാണ് അയാളുടെ വേഷം. മുടി നല്ല സ്റ്റൈലായി ജെൽ തേച്ച് ഒതുക്കി വെച്ചിരിക്കുന്നു. അയാളുടെ തോളിൽ ഒരു പെൺകുട്ടിയുണ്ട്. ഇളം റോസ് ഷിഫോൺ സാരിയാണ് വേഷം. സാരിയിൽ വർക്കുകളൊന്നുമില്ല, പ്ലെയിനാണ്. അത് നല്ല വൃത്തിയായി തന്നെ ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. കരിനീല കളറിലെ ബ്ലൗസാണ് ഇട്ടിരിക്കുന്നത്. സൂപ്പർ സീനായിരുന്നു. ആ പെണ്ണ് ഏതാണെന്ന് മാത്രം മനസ്സിലായില്ല. എൻ്റെ മാലു, പെണ്ണ് ഏതുമാവട്ടെ, ആ ചെറുക്കൻ അയാൾ ആരായിരിക്കും? അല്ല, എന്തിനായിരിക്കും ചെയർമാൻ്റെ റൂമിലേക്ക് ആ പെണ്ണുമായി പോയത്? അതായിരുന്നു അശ്വതിയുടെ സംശയം മുഴുവൻ. അവളെ ആ മുറിയിലേക്ക് കിടത്തുമ്പോൾ അവൻ മൂക്കിലേക്ക് ഒരിക്കൽ കൂടി അവളുടെ ഗന്ധം വലിച്ചെടുത്തു. നിനക്ക് വല്ലാത്തൊരു മണമാണല്ലോ പെണ്ണെ. ആദ്യം വന്ന് എൻ്റെ നെഞ്ചിലേക്ക് ഇടിച്ചു കയറി ഈ ഗന്ധം പകർന്നു നൽകി, പിന്നെ എൻ്റെ ആത്മാവിലേക്കും. നീ ആരാടി എന്നെ ഇങ്ങനെ കവിയെപ്പോലെ സാഹിത്യം പറയിക്കാൻ മാത്രം? നിന്നെ ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നുവാ എനിക്ക്. നിന്നെ ഉണർത്താതെ ഇങ്ങനെ നോക്കിയിരിക്കാൻ തോന്നുവാ സുന്ദരി. സാർ, സാർ, ഇത് പുതിയ അപ്പോയിൻമെൻ്റാണ്. പേര് ശ്രീഭദ്ര, കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിലാണ്. ഗുഡ്. സാർ, ഈ ടീച്ചറെ? നീ പൊക്കോ, ഞാൻ നോക്കിക്കോളാം. സാർ, അത് പിന്നെ. അവൻ എന്തോ പറയാൻ വന്നപ്പോൾ തന്നെ രൂക്ഷമായൊരു നോട്ടം അവൻ്റെ നേരെ ചെന്നു തറച്ചു. പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ അവൻ അവിടെ നിന്നും പുറത്തേക്കിറങ്ങി. എൻ്റെ കർത്താവേ, ഈ കാട്ടാളൻ്റെ അടുത്ത് നിന്ന് നീ തന്നെ ആ ടീച്ചർ കൊച്ചിനെ കാത്തോണേ.
അതെന്തോ വലിയ പാപം ചെയ്തിട്ടുണ്ട്. അല്ലേൽ ഈ കാലന്റെ കയ്യിൽ തന്നെ ചെന്ന് പെടുമോ? നീരവ് അറിയാതെ തന്നെ കർത്താവിനെ വിളിച്ചുപോയി. എൻ്റെ പളനി മുരുക, എന്തിനാണാവോ ഇപ്പോൾ ഇങ്ങനെയൊരു വരവ്? ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ ഈ കാലമാടൻ പോയാൽ ഞാൻ പളനിമല കയറിക്കോളാമേ. എന്നാ എൻ്റെ പ്രിൻസിപ്പൽ സാറേ, എന്തിനാ ഈ ടെൻഷൻ? എൻ്റെ ലില്ലിക്കുട്ടി, നിങ്ങളൊക്കെ ഇവിടെ പുതിയ ആളല്ലേ? അതാ ഈ ചോദ്യം. ഈ കോളേജിൻ്റെ ഉടയോൻ വന്നിട്ടുണ്ട്. ഇവിടുത്തെ പിള്ളാരെക്കാളും പ്രശ്നക്കാരനാ ഇപ്പോൾ വന്നത്. അതാരാ? മാർക്കോ. മാർക്കോ സേവിയർ. സാർ, ഈ പേര്? അത് തന്നെ. നമ്മുടെ കോളേജിൻ്റെ അഭിമാനം. ഓൾ ഇന്ത്യ ലെവലിൽ തന്നെ ഒന്നാമനായവൻ. പഠിത്തവും സ്പോർട്സുമെല്ലാം ഒരുപോലെ വഴങ്ങുന്നവൻ. അതിലും കൂടുതൽ ചട്ടമ്പിത്തരവും. ഇപ്പോൾ എന്തിനാ ഈ വരവെന്ന് ഒരു പിടിയുമില്ല. 2 വർഷം മുൻപേ വന്നു പോയതിന് ആകെയുള്ളത് 4 പോലീസ് കേസ്. ഇനി എന്താണാവോ ഉണ്ടാകാൻ പോകുന്നത്? പ്രിൻസി പറയുന്നത് കേട്ട് എല്ലാവരും തരിച്ചു നിന്നുപോയി. അടുപ്പത്തിലുള്ളവരും എല്ലാവർക്കും അവൻ വന്നു എന്ന് മാത്രം മനസ്സിലായി. പെട്ടെന്നാണ് ആരോ അങ്ങോട്ടേക്ക് വന്നത്. എക്സ്ക്യൂസ് മീ സാർ. യെസ്, കമിൻ. സാർ, ഞാൻ നീരവ്, മാർക്കോ സേവിയറിൻ്റെ PA ആണ്. സാർ, ഞാൻ നീരവ്, മാർക്കോ സേവിയറിൻ്റെ PA ആണ്. ഓക്കെ ഓക്കെ, ഇരിക്കടോ. ഇപ്പോഴുള്ള ഈ വരവ്? അതൊന്നും എനിക്കറിയില്ല സാറേ. 4 ദിവസം മുന്നേ നാട്ടിൽ വന്നതാണ്. ഇന്ന് രാവിലെ കോളേജിൽ പോകുക എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. അമ്മച്ചി പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാ. എൻ്റെ മുരുക, എന്തിനാണാവോ ഇനി? അല്ലടോ, എന്നിട്ട് ആളെവിടെ? ഇതുവരെ അനക്കം വന്നില്ലല്ലോ. ഓഫീസിലുണ്ട്. എത്ര ദിവസമാണെന്നൊന്നും അറിയില്ല. പക്ഷേ ഇപ്പോഴുള്ള ഒരു ഇരിപ്പുവശം വെച്ചിട്ട് ഇവിടെ തന്നെ കാണും. നീരവ് അത് പറയുമ്പോൾ അവൻ്റെ മനസ്സിൽ മാർക്കോയുടെ കയ്യിൽ കിടക്കുന്ന ആ പെൺകുട്ടിയായിരുന്നു. എൻ്റെ മുരുക, ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരുമോ? പ്രിൻസിപ്പൽ ഗണപതി സ്വാമി തലയ്ക്ക് കൈകൊടുത്തിരുന്നു പോയി. സാർ, ഇപ്പോൾ എൻ്റെ കൂടെ ഒന്ന് വന്നേ. ഒരു കാര്യമുണ്ട്. അത് കുറച്ച് സീരിയസാ. അതെന്നാടോ? ഗണപതിയുടെ കണ്ണുകളൊന്ന് വിടർന്നു. എന്തോ ഒരു പൊല്ലാപ്പ് വരുന്നുണ്ടെന്ന് മാത്രം അദ്ദേഹത്തിന് മനസ്സിലായി. എൻ്റെ പൊന്നു സാറേ, ഇവിടെ നിന്ന് കഥ പറയാനുള്ള സമയമൊന്നുമില്ല. വേഗം വന്നില്ലെങ്കിൽ പിന്നെ ഇത് വലിയ പ്രശ്നമാകും. അതും പറഞ്ഞുകൊണ്ട് നീരവ് ആ മുറിയിൽ നിന്നിറങ്ങി മാർക്കോയുടെ മുറിയിലേക്ക് നടന്നു. മുഖത്തേക്ക് ശക്തമായി വെള്ളം വീണപ്പോഴാണ് അവൾ കണ്ണു ചിമ്മി തുറന്നത്. അവളൊരു വെപ്രാളത്തോടെ ചുറ്റും കണ്ണോടിച്ചപ്പോഴാണ് കസേരയിൽ നിന്നും അവളെ തന്നെ നോക്കിയിരിക്കുന്ന അവനെ കാണുന്നത്. എന്തോ അവൻ്റെ ആ നോട്ടം കണ്ടപ്പോൾ അവളിൽ വല്ലാത്തൊരു ഭയമാണ് ഉടലെടുത്തത്. അവൾ വേഗം കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിച്ചു. എൻ്റെ പെൺകൊച്ചെ, അടങ്ങി അവിടെയെങ്ങാനും കിടക്കാൻ നോക്ക്. ഇനിയും താഴെ വീണാൽ എടുക്കാൻ എന്നെയും കൊണ്ട് വയ്യ. തനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. BP ഒന്ന് താന്ന് താഴെ വീണതാ. എനിക്ക് പോകണം. ഓക്കെ, തനിക്ക് പോകാം. അതിനു മുമ്പേ തൻ്റെ പേരൊന്ന് പറയാമല്ലോ. ഞാൻ മാർക്കോ സേവിയർ. ഇതെൻ്റെ കോളേജാണ്. കുറച്ച് നാളായി ഇവിടെ ഇല്ലായിരുന്നു. സാർ, ഞാൻ ശ്രീഭദ്രമായ. ഇവിടെ താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലിക്ക് കയറിയതാ. ഇന്നലെ വന്നേ ഉള്ളൂ. അവൾ വിറയലോടെ അത്രയും പറഞ്ഞൊപ്പിച്ചു. ഓക്കെ, എന്നാൽ ഞാൻ പൊക്കോട്ടെ സാർ. താൻ എന്തൊരു ടീച്ചറാണോ? ഒരാൾ ഹെൽപ്പ് ചെയ്താൽ അയാളോട് താങ്ക്സ് പറയില്ലേ? ഞാൻ തനിക്ക് 1 അല്ല 2 തവണ ഹെൽപ്പ് ചെയ്ത്. താങ്ക്സ് സാർ. എന്നാൽ പൊക്കോളൂ മായ, നമുക്ക് ഇനിയും കാണണം. 1 മിനിറ്റ് മായ, എന്താ തനിക്ക് പെട്ടെന്ന് പറ്റിയത്? ഒന്നുമില്ല സാർ. അത് പറയുമ്പോഴും അവളുടെ കണ്ണുകളിൽ ഉടലെടുത്ത ഭയം മാർക്കോ കാണുന്നുണ്ടായിരുന്നു. എന്നാൽ മായക്കൊച്ച് ചെന്ന് കെമിസ്ട്രി പഠിപ്പിച്ചാട്ടെ. എനിക്ക് ഇച്ചിരി അഴിച്ചുപണി ഇവിടെയുണ്ടിനി. രാക്ഷസിൻ്റെ മുന്നിൽ നിന്ന് രക്ഷപ്പെട്ടതുപോലെ പുറത്തേക്ക് ഒരോട്ടമായിരുന്നു അവൾ. അപ്പോഴാണ് മറു സൈഡിൽ നിന്ന് കതക് ഓപ്പണായത്. പോയതിലും വേഗത്തിൽ അവൾ വീഴാൻ പോയി. എന്നാൽ അതിന് സമ്മതിക്കാതെ മാർക്കോ അവളെ ഇടുപ്പിൽ പിടിച്ച് തന്നോട് ചേർത്തു. എന്നതാ കൊച്ചേ ഈ കുതിര കണക്ക് പായുന്നത്? പതുക്കെ നോക്കിയും കണ്ടും നടക്ക്. സോറി സാർ, അത് ലോക്ക്, ഞാൻ അറിയാതെ. ഓക്കെ ഓക്കെ, അവൻ അത് പറഞ്ഞുകൊണ്ട് അവളെ പിടിച്ച് നേരെ നിർത്തി. ഗണപതിയും നീരവും ഇതെല്ലാം കണ്ട് കിളി പറന്ന് അവിടെ നിന്നു. എൻ്റെ മുരുക, ഞാൻ എന്നതായി കാണുന്നത്? സ്വപ്നമാണോ? ഈ കാലം തന്നെയല്ലേ 2 വർഷം മുമ്പ് വന്നപ്പോൾ ആ ടീച്ചറെ പിടിച്ച് പൊട്ടിച്ചത്? അത് മാത്രമോ, ആ പെണ്ണിന് ഇനി ഒരിടത്തും ജോലി ചെയ്യാൻ പറ്റാത്ത രീതിയിലല്ലേ? എന്നിട്ടാണോ ഇങ്ങേരുടെ ഈ ശൃംഗാരം? സ്ത്രീയെ നോക്കിയിരിക്കുന്ന മാർക്കോയുടെ നോട്ടവും ഭാവവും കണ്ട് അറിയാതെ ആത്മഗതം നടത്തിപ്പോയി ഗണപതി. എന്താണ് ഗണപതി സാർ ഇങ്ങോട്ടുള്ള ഈ ആഗമന ഉദ്ദേശത്തിൻ്റെ ഔചിത്യം? മാർക്കോയുടെ ചോദ്യമാണ് അയാളെ ഓർമ്മകളിൽ നിന്നും ആലോചനകളിൽ നിന്നും പുറത്തു കൊണ്ടുവന്നത്. സാർ, അത് സാറ് വന്നിട്ടുണ്ടെന്നറിഞ്ഞപ്പോൾ എന്താ കാര്യമെന്ന് തിരക്കാൻ വേണ്ടി. കൂടുതൽ താൻ കണക്ക് കൂട്ടണ്ട.
ഇത് എൻ്റെ കോളേജാണ്. ഇവിടെ എപ്പോൾ വരണം, എങ്ങനെ വരണം, എത്ര നാളത്തേക്ക് വരണം എന്നെല്ലാം തീരുമാനിക്കുന്നത് ഞാനാണ്, അല്ലാതെ താനല്ല. എന്താണെങ്കിലും ഇപ്പോൾ വന്ന സ്ഥിതിക്ക് ഇനി കുറച്ചു കാലം ഇവിടെ കാണും. ചിലപ്പോൾ മുഴുവൻ കാലവും ഞാൻ ഇവിടെ തന്നെ നിന്നെന്നും വരും. മാർക്കോയുടെ മറുപടി കേട്ടപ്പോൾ ഗണപതിയുടെ മനസ്സ് നടുങ്ങി. ഇനി എന്തൊക്കെ പൊല്ലാപ്പുകൾ കാണാൻ ഉണ്ട്, സാക്ഷ്യം വഹിക്കേണ്ടി വരും എന്നൊക്കെ ഓർത്ത് അയാൾ അറിയാതെ നെടുവീർപ്പിട്ടു പോയി. കോളേജിലെ പിള്ളേരെ പേടിപ്പിക്കുന്ന ഗണപതി മാർക്കോയ്ക്ക് മുൻപിൽ എലിയാണെന്ന് ഇവിടെ ആർക്കും അറിയാത്ത ഒരു രഹസ്യമാണ്. അല്ല ഗണപതി സാറേ, ഈ പുതിയ അപ്പോയിൻമെൻറ്റ്സ് ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് കിട്ടിയില്ലായിരുന്നല്ലോ. അത് സേവിയർ സാറിന് നേരിട്ട് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തായിരുന്നു സാറേ. താൻ സേവിയർ സാറിന് കൊടുത്തോ അയാളുടെ അപ്പന് കൊടുത്തോ അതൊന്നും എനിക്കറിയണ്ട. അരമണിക്കൂറിനകം എൻ്റെ ടേബിളിൽ എത്തിയിരിക്കണം ന്യൂ അപ്പോയിൻമെൻറ്റ്സിൻ്റെ എല്ലാ ഡീറ്റെയിൽസും. ഓക്കെ സാർ. എന്നാൽ പ്രിൻസിപ്പൽ സാർ ഒന്ന് ചെന്നാലും. അതും പറഞ്ഞ് മേശയിലേക്ക് 2 കയലും കയറ്റി വെച്ച് അവൻ കസേരയിലേക്ക് ചാരിയിരുന്നു. വെപ്രാളത്തോടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഓടിക്കയറുന്നവളെ ഗായത്രി ഒന്ന് നോക്കി. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? മോൾ ഓക്കെ അല്ലേ? ഒന്നുമില്ല, ഞാൻ ഓക്കെയാണ്. പക്ഷെ മോളെ കണ്ടാൽ അത്ര ഓക്കെ ആണെന്ന് തോന്നുന്നില്ലല്ലോ. ആകെ എന്തോ കണ്ട് ഭയന്ന പോലെ ഒരിത്. ഗായത്രി അത് പറഞ്ഞപ്പോൾ വീണ്ടും സ്ത്രീയുടെ മനസ്സിലേക്ക് മാർക്കോയുടെ ആ കൂറ്റൻ രൂപവും അയാളുടെ വർത്തമാനവും എല്ലാം കടന്നു വന്നു. അയാളുടെ ചോദ്യവും സംസാരവും രീതിയും എന്തോ അതെല്ലാം തന്നിലുണ്ടാക്കുന്ന ഭയം അവൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. അയാൾ ആരാണ്, എന്താണ് എന്നൊന്നും ഒരു പിടുത്തവുമില്ല. അയാൾ പറഞ്ഞത് താൻ ശരിക്കും കേട്ടോ എന്ന് പോലും അറിയില്ല. പക്ഷെ ഒന്ന് മാത്രം അറിയാം, അയാളുടെ പേര് മാർക്കോ. ഹായ് ഫ്രണ്ട്സ്, എല്ലായിടത്തും ഭയങ്കര മഴയാണ്. എല്ലാവരും ജാഗ്രത പാലിക്കണം. ഞാനുള്ളത് കോട്ടയത്താണ്. നിങ്ങൾ അറിഞ്ഞായിരുന്നല്ലോ, കോട്ടയത്ത് വളരെ ദുരിതമാണ് മഴ കൊണ്ട്. പാലായും അയ്മനവും താഴത്തങ്ങാടിയും എല്ലാം വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് കറണ്ടിൻ്റെ ലഭ്യതക്കുറവ് ഒരു വലിയ പ്രശ്നമാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ മഴയും. ഏതെങ്കിലും ദിവസം എൻ്റെ സ്റ്റോറി കിട്ടാതെ വന്നാൽ ഓർത്തോണം വെള്ളപ്പൊക്കം കാരണമാണെന്ന്. എനിക്ക് പറ്റുന്ന ദിവസങ്ങളിലെല്ലാം നിങ്ങളിലേക്ക് പരിണയത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഞാൻ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിവസം ആശംസിക്കുന്നു. സേഫായി ഇരിക്കണേ. അയ്യോ, പറയാൻ മറന്നുപോയി, എല്ലാവരും അങ്ങ് പോകാൻ വരട്ടെ. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം എല്ലാവർക്കും ഭയങ്കര മടിയാണ്. എത്ര ദിവസമായി ഞാൻ ചോദിക്കുന്നു കഥ ഇഷ്ടപ്പെടുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ. ഇനിയെങ്കിലും ഈ പാവം റാഫേലിന് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ മഴയത്തും നിങ്ങൾക്ക് വേണ്ടി ഓടി വരുന്നില്ലേ ഞാൻ. താങ്ക് യു.